RP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. അതോടൊപ്പം ആശിഷ് ശിവൻ, അദ്ദേഹം RP ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണം ഈ മാസം 11-ാം തീയതി, അതായത് ഫെബ്രുവരി 11-ാം തീയതി വിതരണം ചെയ്യുകയാണ്. പ്രമുഖ പ്രവാസി വ്യവസായിയും RP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനും നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടറുമായ ഡോക്ടർ ബി രവി പിള്ളയുടെ നേതൃത്വത്തിൽ ഉള്ള രവി പിള്ള ഫൗണ്ടേഷൻ കേരളത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പഠന മികവുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനം ഫെബ്രുവരി 11-ന് നടക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 3:30 നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സ്കോളർഷിപ്പുകൾ സമ്മാനിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLA മാർ, RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി രവി പിള്ള എന്നിവർ സന്നിഹിതരായിരിക്കും. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഏജൻസിയായ നോർക്ക റൂട്ട്സുമായിട്ട് സഹകരിച്ചിട്ടാണ് RP ഫൗണ്ടേഷൻ ഈ ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, അടുത്ത 50 വർഷത്തേക്കായിട്ട് RP ഫൗണ്ടേഷൻ വഴി ഡോക്ടർ ബി രവി പിള്ള 525 കോടി രൂപയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്കോളർഷിപ്പുകൾ നൽകുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ വർഷം 10 കോടി രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി മാറ്റിവെച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന 1500 സമർത്ഥരായ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ സഹായമായിട്ടാണ് ഈ സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കുന്നത്. സ്കോളർഷിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ വർഷം 10,942 അപേക്ഷകൾ, 10,942 അപേക്ഷകളിൽ നിന്ന് തികച്ചും സുതാര്യമായ രീതിയിലാണ് 1500 കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത്. സ്കോളർഷിപ്പുകളുടെ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് സ്കോളർഷിപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലെ 1100 പഠന മികവുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് 50,000 രൂപയുടെ സ്കോളർഷിപ്പാണ് ലഭ്യമാകുന്നത്, 1100 കുട്ടികൾക്ക്. രണ്ടാമത്തെ കാറ്റഗറി ബിരുദ തലത്തിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പുകളാണ്. അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ 200 കുട്ടികൾക്ക്, പഠന മികവ് കാണിക്കുന്ന 200 കുട്ടികൾക്ക് 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വീതമായിരിക്കും ലഭിക്കുക. ബിരുദാനന്തര ബിരുദ തലത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ 200 സ്കോളർഷിപ്പുകൾ ഈ വർഷമുണ്ട്. അതിനുവേണ്ടി 200 കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് 1,25,000 രൂപയായിരിക്കും സ്കോളർഷിപ്പ് തുക. സ്കോളർഷിപ്പിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പഠന മികവുള്ള മലയാളി വിദ്യാർത്ഥികൾ, കേരളത്തിലുള്ള വിദ്യാർത്ഥികളായിരിക്കണം. ഇതൊരു ഓപ്പൺ സ്കോളർഷിപ്പ് പദ്ധതിയാണ്. അതായത് മലയാളികളായ പഠന മികവ് കാണിക്കുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ഏത് വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ്. അക്കാദമിക് മികവ് തിരഞ്ഞെടുക്കപ്പെട്ടതിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും മികച്ച അക്കാദമിക നിലവാരം സൂക്ഷിച്ചിട്ടുണ്ട്. 90% മുകളിൽ മാർക്ക് നേടിയ കുട്ടികളാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓരോ വിഭാഗത്തിലും 20% സ്കോളർഷിപ്പുകൾ പ്രവാസി മലയാളികളുടെ കുട്ടികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രീതി, നോർക്ക റൂട്ട്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയർമാനായിട്ടുള്ള ഒരു പ്രത്യേക അപ്രൂവൽ കമ്മിറ്റിയാണ് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത്. ഈ കമ്മിറ്റിയിലെ RP ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് ശ്രീ ഗണേഷ് രവി പിള്ളി, ഡോക്ടർ ആരതി രവി പിള്ളി എന്നിവരും നോർക്ക റൂട്ട്സിന്റെ മറ്റ് ഉദ്യോഗസ്ഥ ജനറൽ മാനേജറും ഈ കമ്മിറ്റി അംഗങ്ങളാണ്. സ്കോളർഷിപ്പ് ലഭിച്ചത് ഈ വർഷം എന്നതിന് വേണ്ടി ലഭിച്ച അപേക്ഷകൾ 10,942 അപേക്ഷകളാണ്. അതിൽ ഹയർ സെക്കൻഡറി തലത്തിൽ 1,100 അപേക്ഷകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ 2,672 അപേക്ഷകളിൽ നിന്ന്
ആണ് 1100 കുട്ടികളെ കണ്ടെത്തിയത്. അതിൽ തന്നെ 3 സ്ട്രീമിലുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി തലത്തിൻ്റെ പ്രത്യേകത. കേരളത്തിലെ 3 സ്ട്രീംസിലാണ് കുട്ടികൾ പഠിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ തലത്തിൽ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ടാകാം. അവർക്ക് സ്കോളറുണ്ട്. 950 സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും CBSE സ്ട്രീമിൽ വരുന്ന കുട്ടികൾക്കും ICSE സ്ട്രീമിൽ വരുന്ന കുട്ടികൾക്കും കൂടെ ചേർത്താണ് 1100. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി തലത്തിൽ 3 സ്ട്രീമിനെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. CBSE ജനറൽ വിഭാഗത്തിൽ 85 പേര് ഉണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷി തലത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള വേണ്ടിയിട്ട് സ്കോളർഷിപ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അവരും ഇതിനകത്ത് വരുന്നുണ്ട്. CBSE തലത്തിൽ 85 കുട്ടികളും ICSE തലത്തിൽ 12 കുട്ടികളുമാണ് കിട്ടിയത്. ഇനി പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ കോഴ്സുകളിനായി 150 ജനറൽ വിഭാഗക്കാരും 40 NRK വിഭാഗക്കാരും 10 ഭിന്നശേഷിക്കാരും ബിരുദ തലത്തിൽ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ തലത്തിൽ 200 പേർക്കാണ് സ്കോളർഷിപ്പ് തിരഞ്ഞെടുത്തത്. അതിൽ 158 കുട്ടികൾ ജനറൽ വിഭാഗത്തിലും 40 കുട്ടികൾ പ്രവാസികളുടെ മക്കളും ഭിന്നശേഷി വിഭാഗത്തിൽ 2 കുട്ടികളുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഇത് തുടർച്ചയായിട്ട് 50 കൊല്ലത്തേക്കാണ് ഇത് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഈ പദ്ധതിയിൽ കൃത്യസമയത്ത് തന്നെ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കും. അടുത്ത 50 വർഷത്തേക്ക് 525 കോടി രൂപയോളം RP ഫൗണ്ടേഷനിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമർത്ഥരായ കുട്ടികൾക്ക് കൈത്താങ്ങാകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര ബിരുദതലം വരെയുള്ള പഠനത്തിന് ഈ സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വലിയ താങ്ങാകും. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കരുത്ത് പകരുക എന്നതാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണത്തിന്റെ വിശദാംശങ്ങൾ ചടങ്ങ് ഫെബ്രുവരി മാസം 11 അടുത്ത 11-ാം തീയതി അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 3:30-ക്കാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ്. സ്കോളർഷിപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി ശ്രീ മന്ത്രി അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ബഹുമാനപ്പെട്ട MP മാർ, MLA മാർ, ഡോക്ടർ RP ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ B രവി പിള്ളെ, നോർക്ക റൂട്ട്സിലെയും RP ഫൗണ്ടേഷനിലെയും മറ്റ് പ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കും. താങ്ക് യു.